യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഓരോ ദിവസവും നമ്മളെല്ലാവരും ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും അത് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അനുഗ്രഹമുള്ള ഓരോ നിമിഷത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനേകം ആളുകളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനം ഒരാശ്വാസത്തിന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവിന് കൂടി കാരണമാകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവവചനം ഒരാൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ, ആ വചനത്തെ സ്വീകരിക്കുമ്പം ഒരാളുടെ ജീവിതം അനുഗ്രഹപൂർണമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ സ്വപ്നങ്ങളും അനുഗ്രഹപൂർണമാകും. ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കാം. മനസ്സ് നിരാശയിലോ സങ്കടത്തിലോ ഒക്കെ ആണെങ്കിൽ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തിയെ, കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ. ചില വ്യക്തികൾ കടന്നു പോകുന്നത് കൈപ്പേറിയ ചില ദുരനുഭവങ്ങളിലൂടെയാണ്, ചില പരാജയങ്ങളിലൂടെയാണ്, ചില നഷ്ടങ്ങളിലൂടെയാണ്. അവരുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. അവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ സംഭവിക്കണമേ. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. ഈ വചനം നമുക്കൊന്ന് കേൾക്കാം. സങ്കീർത്തന പുസ്തകം 141 അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 141 1, 2, 3. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം ധൂപാർപ്പണം പോലെയും സായാഹ്ന ബലി പോലെയും സ്വീകരിക്കും. ധൂപാർപ്പണത്തിൻ്റെ പ്രത്യേകത, ധൂപം അർപ്പിക്കുമ്പോൾ ആ സ്ഥലം മുഴുവൻ ആ പുക കൊണ്ട് നിറയും. ഇതുപോലെ നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് നിറയാൻ ഇടവരും. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ധൂപാർപ്പണം പോലെയും സായാഹ്ന ബലി പോലെയും സ്വീകരിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നത് ഒരു പ്രാർത്ഥന തന്നെയാണ്. നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നൊന്നുമില്ലെങ്കിലും, നമ്മൾ ദൈവവചനം കേൾക്കുകയാണെങ്കിലും ഇതൊരു ധൂപാർപ്പണമാണ്. ഇതൊരു സായാഹ്ന ബലി പോലെ സ്വീകരിക്കുന്ന സമയമാണ്. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ധൂപാർപ്പണം പോലെയും എൻ്റെ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. 3-ാമത്തെ വാക്യമാണ്, കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എൻ്റെ നാവിന് ഒരു കടിഞ്ഞാണിടണം, ഒരു നിയന്ത്രണം വരുത്തണം. എൻ്റെ അധരത്തിനൊരു കാവലേർപ്പെടുത്തണം. എന്താണ് അധരത്തിന് കാവലേർപ്പെടുത്തണം എന്ന് പറയുന്നത്? ഫാക്ടറിക്ക് കാവൽ വേണം, ബിസിനസ്സിന് കാവൽ വേണം, ആ ഷോപ്പിന് കാവൽ വേണം, വീടിന് കാവൽ വേണം, സെക്യൂരിറ്റി വെക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തിനാണ് ഒരാളുടെ നാവിന് കാവൽ നിർത്തണമെന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില വിഷമങ്ങളിൽ, നമ്മുടെ ചില വേദനകളിൽ നമ്മൾ ചിലപ്പോൾ അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞു പോവും. ചിലപ്പോൾ അറിയാതെ ശപിച്ചു പോവും, പ്രാഗിപ്പോവും, നെഗറ്റീവ് പറയും.
അനുഗ്രഹം കളയുന്ന വാക്കുകൾ പറയാതിരിക്കാൻ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുവാണ്. എൻ്റെ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലി പോലെയും ധൂപാർപ്പണം പോലെയൊക്കെ സ്വീകരിക്കണം. ഒപ്പം എൻ്റെ അധരത്തിന് കാവലേർപ്പെടുത്തണമേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. നമ്മുടെ അധരത്തിന് കാവൽ ഏർപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാമോ? വേണ്ടാത്തതൊന്നും പറയാതിരിക്കാൻ. നമ്മുടെ ഒരു വാക്കുമതി ഒരു മനുഷ്യൻ്റെ മനസ്സ് കുത്തി മുറിവേൽക്കാൻ. നമ്മുടെ ഒരു വാക്കുമതി ഒരു മനുഷ്യൻ ജീവിതത്തിൽ തകർന്നു പോകാൻ, വിഷമിക്കാൻ, കരയാൻ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഒരു വാക്കുമതി. പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും പറയണ്ടായിരുന്നു എന്ന്. അതാരോടായാലും, ഭാര്യയോടായാലും, ഭർത്താവിനോടായാലും, അധികാരികളോടായാലും, അയൽവാസികളോടായാലും, അത് ജോലിക്കാരോടായാലും, സഹപ്രവർത്തകരോടായാലും, പിള്ളേരോടായാലും, മാതാപിതാക്കളോടായാലും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒറ്റ തോന്നലിന് പറയുന്ന ചില വാക്കുകൾ അധികമാകാം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ വായ്ക്ക് അധരത്തിന് ഒരു കാവലേർപ്പെടുത്തണമേ. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്കുള്ള അനുഗ്രഹങ്ങൾ കെട്ടുപോകും. നെഗറ്റീവ് പറഞ്ഞ്, അല്ലെങ്കിൽ മോശം പറഞ്ഞ്, വേണ്ടാത്തത് പറഞ്ഞ് നമുക്കുള്ള നന്മകളും നമുക്കുള്ള ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോയേക്കാം. വേറൊരാൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ടാകാം. വേറൊരാളുടെ ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തിനാണെന്നറിയോ കാവലേർപ്പെടുത്തുന്നത്? നല്ലത് പറയാൻ, നന്മ പറയാൻ, അനുഗ്രഹം പറയാൻ, വിശ്വാസം പറയാൻ. അതൊക്കെയാണ് പറയേണ്ടത്. പറയേണ്ടാത്തത് പറയാതിരിക്കാൻ, പറയേണ്ടത് പറയാൻ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത്, കർത്താവേ എൻ്റെ അധരത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാണ്. നമ്മൾ മനുഷ്യരാണ്, പച്ചയായ മനുഷ്യന്മാരാണ്. നമ്മുടെ ചില വാക്കുകൾ അധികമാകാം, നമ്മുടെ ചില വാക്കുകൾ മൂർച്ച കൂടാം, നമ്മുടെ ചില വാക്കുകൾക്ക് വാശി കൂടാം, നമ്മുടെ ചില വാക്കുകൾക്ക് ദേഷ്യം കൂടാം, സങ്കടം കൂടാം. അത് വേറൊരാളെ വലിയ രീതിയിൽ തകർന്നു പോകാനും വേദനിപ്പിക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ പ്രാർത്ഥനകൾ സായാഹ്ന ബലി പോലെയും, കൈകൾ ഉയർത്തുന്നത് ധൂപാർപ്പണം പോലെയും സായാഹ്ന ബലി പോലെയും ഒക്കെ സ്വീകരിക്കണമേ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അധരത്തിന്, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധരത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. അത് അനുഗ്രഹമാണ്. എൻ്റെ അധരത്തിനൊരു കാവൽ, ദൈവികമായൊരു കാവൽ വേണം. വേണ്ടാത്തതൊന്നും പറയാതിരിക്കാൻ, അരുതാത്തതൊന്നും പറയാതിരിക്കാൻ, ആവശ്യമില്ലാത്തതൊന്നും പറയാതിരിക്കാൻ, ഒരു നുണയും നുണക്കഥയും പറയാതിരിക്കാൻ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ, ആർക്കും ദ്രോഹമായത് ദോഷമായത് പറയാതിരിക്കാൻ. കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാണും എൻ്റെ അധരത്തിന് കാവലും ഏർപ്പെടുത്തണമേ. വിശ്വാസം പറയണം, ദൈവവചനം പറയണം, സൗഖ്യം പറയണം, സാക്ഷ്യം പറയണം. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയരുത്. നുണ പറയരുത്, ആരോടും ഇല്ലാ കഥകൾ പറയരുത്, ഏഷണി പറയരുത്, അസൂയ പറയരുത്. ഇതിനെല്ലാം എന്തു വേണം? അധരത്തിന് കാവൽ വേണം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നൊരു ദിവസമാണല്ലോ, നോമ്പ് കാലമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ സഹായം ലഭിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഈ വചനത്തോട് ചേർന്ന് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ കേട്ട ഈ വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിനൊരു വെളിച്ചമായി മാറണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെയാണ് അവർ ജീവിതം തന്നെ തുടങ്ങുന്നത്, പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്, യാത്രകൾ തുടങ്ങുന്നത്. ദൈവമേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ വചനം സന്തോഷത്തോടെ
അനേകരുടെ ജീവിതങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, അയച്ചു കൊടുക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, അവരുടെ എല്ലാം ജീവിതങ്ങളിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മുപ്പെത്താത്ത മരണങ്ങൾ, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കാത്തുകൊള്ളണമേ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും തരണമേ. പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ. പുതിയൊരു ജോലി ലഭിക്കാൻ ഇടയാകണമേ. ആ ഭവനം പണി അനുഗ്രഹമാക്കണമേ. പുതിയൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പുതിയൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആ വ്യക്തിക്കൊരു മാനസാന്തരം കൊടുക്കണമേ. ആ കുഞ്ഞിന് സ്വഭാവ രൂപീകരണം കൊടുക്കണമേ. ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സൗഖ്യമാക്കണമേ. കുടുംബത്തിൽ സമാധാനം ഉറപ്പിക്കണമേ. സാമ്പത്തികമായ അനുഗ്രഹം കൊടുക്കണമേ. ആ പരാജയത്തെ മാറ്റണമേ. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുവിൻ നാമത്തിൽ ഒരു ദോഷവും നിങ്ങൾക്ക് വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും വരത്തില്ല, കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും ഈ വചനം അയച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ സഹായവും കരുണയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളെയും 5:30 തന്നെ സാധ്യമെങ്കിൽ, നാളെ ശനിയാഴ്ചയാണ്, സാധ്യമെങ്കിൽ 5:30 തന്നെ ഒരുമിച്ച് കാണുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.